ഹലോ ഗായ്സ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകുന്നത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് സൈഡ് വൈസ് ആയിട്ട് ഒരു റേഞ്ചിനകത്ത് നിന്ന് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു 60,000 ഒരു മേജർ സപ്പോർട്ടായിട്ടും ഈ ഒരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഒരു 73,000 എന്നുള്ള ആ ഒരു റേഞ്ചിനകത്ത് നിന്ന് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരുപാട് മുകളിലോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സെല്ലിംഗ് പ്രഷറും താഴോട്ട് പോകുമ്പോൾ ഒരു ബൈയിങ് പ്രഷറും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ എന്തൊക്കെ കാരണങ്ങളാണ് ബിറ്റ്കോയിൻ്റെ ഈ ഒരു ബെയറിഷ് മൊമെൻറ്റം, ഈ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിന് കാരണമായിട്ടുള്ളത്? വരുന്ന ദിവസങ്ങളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമോ? Q3 ആണെന്നുണ്ടെങ്കിലും ഈ വർഷത്തെ Q4 ആണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമോ? അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു വർഷത്തോട്ടുള്ള ഈ ഒരു ഇയർ എൻഡ് ടാർഗറ്റ് ആയിട്ടുള്ള 150,000 ഈ ഒരു പ്രൈസ് അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അക്കൗണ്ട് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. സോ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം മാർച്ചിലാണ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 73,794 എന്നുള്ളൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതും അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹെവി കൺസോൾട്ടേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 60,000 ഒരു മേജർ ആയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഒരു 70,000 മുകളിലോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ വരുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയും ഇപ്പോൾ ഇന്നലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോങ് ടേം സപ്പോർട്ടായിട്ടുള്ള 200 ഡേ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഒരു 57,000 അടുത്ത് വന്നിട്ട് ഒരു 58,000 ടച്ച് ചെയ്തിട്ട് ഷാർപ്പായിട്ട് റിക്കവർ ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും 61,400 ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ഈ ഒരു സെൽ ഓഫിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സോ മെയിനായിട്ട് 4 കാരണങ്ങളാണ് ഉള്ളത്. സോ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ജൂണിൽ ഏകദേശം 30,000 ബിറ്റ്കോയിനുകളാണ് ബിറ്റ്കോയിൻ മൈനേഴ്സ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതുവരെ ജൂണിൽ $2 ബില്യൺ സെൽ ഓഫ് ആണ് മൈനേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം മുതൽക്ക് ഹാൽവിങ് കഴിഞ്ഞ മുതൽക്ക് തന്നെ മൈനേഴ്സ് ഭയങ്കര അഗ്രസീവായിട്ടാണ് ബിറ്റ്കോയിൻ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം മൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈനിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡബിളായി മാറുകയാണ് ചെയ്തത്. അതായത് അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഡബിളായപ്പോൾ അവർക്ക് കിട്ടുന്ന ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഹാഫായിട്ട് കുറയുകയാണ് ചെയ്തത്. സോ തീർച്ചയായിട്ടും ഇപ്പോൾ ബെയർ മാർക്കറ്റിലെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള മൈൻ ചെയ്തെടുത്തിട്ടുള്ള ബിറ്റ്കോയിൻ എല്ലാം ഈ ഒരു ഹയർ പ്രൈസിൽ സെല്ല് ചെയ്ത് ക്യാഷ് ആക്കിയാൽ മാത്രമാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഒരു ഹൈ വോളത്തിൽ അവർ സെല്ല് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെല്ലിംഗ് പ്രഷറാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ റിഫ്ലക്റ്റ് ആയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BTC.com ആണെന്നുണ്ടെങ്കിലും ബൈനാൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ US ലിസ്റ്റഡ് ആയിട്ടുള്ള മാരത്തോൺ ഡിജിറ്റൽ ആണെന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ടാണ് ബിറ്റ്കോയിൻ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏപ്രിൽ മാസം മുതലൊക്കെ ഈ ഒരു മൈനേഴ്സ് ബിറ്റ്കോയിൻ സെല്ല് ചെയ്യുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ജൂൺ വരെയും ഇപ്പോൾ ബിറ്റ്കോയിൻ ETF സൈഡിൽ നിന്ന് വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലോ ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു മൈനേഴ്സിൻ്റെ സെല്ലിംഗ് പ്രഷർ ഈ ഒരു ETF സൈഡിൽ നിന്നുള്ളൊരു ബൈയിങ് പ്രഷർ കൊണ്ട് ഓഫ്സെറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ബിറ്റ്കോയിൻ പ്രൈസ് വളരെ വലിയ രീതിയിൽ താഴോട്ട് പോകാഞ്ഞത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ജൂണിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഏകദേശം $1 ബില്യൺ നെറ്റ് ഔട്ട്ഫ്ലോ ആണ് ETF സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. സോ ഒരേ സമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ മൈനേഴ്സിൻ്റെ സൈഡിൽ നിന്ന് $2 ബില്യൺ സെൽ ഓഫ് ഉണ്ട്. അതേസമയം ബിറ്റ്കോയിൻ ETF സൈഡിൽ നിന്ന് $1 ബില്യൺ സെൽ ഓഫ് ഉണ്ട്. സോ മാർക്കറ്റിൽ നെറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് $3 ബില്യൺ സെൽ ഓഫ് ആണ്. സോ ഇതാണ് മേജറായിട്ടുള്ള 2 റീസൺ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ള റീസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഗവൺമെൻറ് ഇന്നലെ ഏകദേശം $195 മില്യൺ ബിറ്റ്കോയിൻ ആണ് മാർക്കറ്റിൽ എക്സ്ചേഞ്ചിലൂടെ സെല്ല് ചെയ്തത്. അത് മാത്രമല്ല ഏകദേശം $65 മില്യൺ ബിറ്റ്കോയിൻ അവർ എക്സ്ചേഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുമുണ്ട്. ഇതും എപ്പോൾ ആണെന്നുണ്ടെങ്കിലും സെല്ല് ചെയ്യാം എന്നുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് കാര്യങ്ങൾ മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഏകദേശം $3 ബില്യൺ ബിറ്റ്കോയിൻ ഇനിയും ഉണ്ട്. കാരണം അവർ പല സ്കാമുകളിലൂടെയും പല കേസുകളിലൂടെയും എല്ലാം കോൺഫിസ്കേറ്റ് ചെയ്തിട്ടുള്ള $3 ബില്യൺ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. സോ ഇതും ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ ആണെന്നുണ്ടെങ്കിലും വരുന്ന ദിവസങ്ങളിൽ വരുന്ന മാസങ്ങളിലെല്ലാം മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്യും എന്നുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഫഡ് കാര്യങ്ങൾ ന്യൂസ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതും ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ വളരെ വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്.
നാലാമതായിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് 2014 ഹാക്കായിട്ടുള്ള മെറ്റ്ഗോക്സ് എന്നുള്ള ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് അന്നത്തെ യൂസേഴ്സിന് നഷ്ടപ്പെട്ടിട്ടുള്ള 1,40,000 ബിറ്റ്കോയിൻ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അത് ജൂലൈ മാസം ഈ ഒരു 1,40,000 ബിറ്റ്കോയിൻ അന്നത്തെ യൂസേഴ്സിന് അവർ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള ഒരു ന്യൂസ് കാര്യങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഈ 1,40,000 ബിറ്റ്കോയിൻ ജൂലൈയിൽ അതിൻ്റെ യൂസേഴ്സിന് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ബിറ്റ്കോയിൻ എങ്കിലും മാർക്കറ്റിൽ സെല്ല് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ന്യൂസ് കാര്യങ്ങളും മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 2014 ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ അന്ന് ബിറ്റ്കോയിൻ വാങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇന്ന് ഈ ഒരു പ്രൈസുമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ആയിരിക്കും അവരുടെ, പൊസിഷൻ ആയിരിക്കും അവരുടെ. അപ്പോൾ അത്രയും പ്രോഫിറ്റിലുള്ള സമയത്ത് എന്തായാലും കുറച്ചെങ്കിലും ആളുകൾ അതിൽ കുറച്ച് ബിറ്റ്കോയിൻ സെല്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ആ ഒരു ഫിയറും കാര്യങ്ങളും മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബിറ്റ്കോയിൻ്റെ ഇപ്പോൾ ഉള്ള ഈ ഒരു നെഗറ്റീവ് പ്രൈസ് ആക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. സോ എന്തായാലും വരുന്ന മാസങ്ങളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമോ എന്ന് നമുക്ക് നോക്കാം. സോ വരുന്ന മാസങ്ങളിൽ നമുക്ക് ഉള്ള ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് പാസ്റ്റ് പെർഫോമൻസ് ആണ്, അല്ലേ? സോ ഈ ഒരു വർഷം മറ്റുള്ള വർഷങ്ങളെ പോലെ അല്ലാത്തത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ഹാൽവിങ് നടന്നിട്ടുള്ള വർഷം ആയത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഇനിയുള്ള മാസങ്ങൾ നമുക്ക് കഴിഞ്ഞ 2 ബിറ്റ്കോയിൻ്റെ ഹാൽവിങ് നടന്ന വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 2 ക്വാർട്ടർ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ എത്രമാത്രം മുകളിലോട്ട് പോവും താഴോട്ട് പോവുമോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സോ ഇതിനായിട്ട് നമ്മൾ ബിറ്റ്കോയിൻ്റെ 2016 ഹാൽവിങ്ങും ബിറ്റ്കോയിൻ്റെ 2020 ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൈസ് ആക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ 2016 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ മാസമാണ് ബിറ്റ്കോയിൻ ഹാൽവിങ് നടക്കുന്നത്. ജൂലൈ മാസം 7.67% നെഗറ്റീവ് മന്ത്ലി റിട്ടേൺ ആണ് ബിറ്റ്കോയിൻ തന്നിട്ടുള്ളത്. അതിനുശേഷവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം വീണ്ടും നെഗറ്റീവ് റിട്ടേൺ ആണ് ബിറ്റ്കോയിൻ തന്നിട്ടുള്ളത്. അതിനുശേഷം ബാക്കിയുള്ള 4 മാസവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് റിട്ടേൺ ആണ്. അതായത് വിത്തിൻ 6 മന്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൽവിങ് നടന്നിട്ട് 6 മന്തിൻ്റെ ഉള്ളിൽ 2 മാസം മാൻഡേറ്ററി ആയിട്ട് നെഗറ്റീവ് റിട്ടേൺ ആണ് ബിറ്റ്കോയിൻ തന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ബിറ്റ്കോയിൻ 2024 ഹാൽവിങ് നടന്നപ്പോഴും. ഹാൽവിങ് 2024 മെയ്യിലാണ് നടന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 6 മന്ത്സ് അറ്റ്ലീസ്റ്റ് 2 മാസം നെഗറ്റീവ് മാസമാണ്. ബാക്കിയുള്ള 4 മാസവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് റിട്ടേൺ ആണ്. സോ ഇതേ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഹാൽവിങ് കഴിഞ്ഞിട്ടുള്ള 6 മാസത്തിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഈ ഒരു 2 മാസത്തെ നെഗറ്റീവ് ട്രെൻഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം ഹാൽവിങ് നടന്ന കാരണം കൊണ്ട് തന്നെ ഈ വർഷം അതേ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 3 മാസം പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. അതായത് ഏപ്രിലാണ് 2024 ഹാൽവിങ് കഴിഞ്ഞത്. അതിനുശേഷം ഏപ്രിൽ, മെയ്, ജൂണിൽ ഇപ്പോൾ ജൂണിൽ എന്തായാലും ഈ ഒരു മാസം നെഗറ്റീവ് റിട്ടേൺ തന്നെ ആയിരിക്കും. സോ ഫസ്റ്റത്തെ 3 മാസത്തിൽ ഫസ്റ്റത്തെ ക്വാർട്ടറിൽ 2 മാസവും നെഗറ്റീവാണ്. സോ ഇതേ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈയും ഓഗസ്റ്റും സെപ്റ്റംബറും പോസിറ്റീവ് റിട്ടേൺ ആയിരിക്കും. കാരണം 6 മാസത്തിൽ 2 മാസം നെഗറ്റീവും ബാക്കി 4 മാസം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്തായാലും പോസിറ്റീവ് റിട്ടേൺ ആവാനാണ് കൂടുതൽ സാധ്യത. സോ നമ്മൾ ഇവിടെ 2012 ഹാൽവിങ് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം 2012 ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ അഗ്രസീവായിട്ടാണ് ഹാൽവിങ് നടന്ന ശേഷം മുകളിൽ പോയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോകും എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഈ ഒരു പ്രൈസ് കാര്യങ്ങൾ നമുക്ക് എക്സലിൽ ഇട്ടിട്ട് നമുക്ക് അടുത്ത 3 മാസത്തെ പ്രൈസ് എത്രയാവും എന്നൊന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. സോ 2016 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ ഹാൽവിങ് നടന്നു, 2 മാസം നെഗറ്റീവ് റിട്ടേൺ, ബാക്കിയുള്ള മാസമെല്ലാം പോസിറ്റീവ് റിട്ടേൺ, 41% ആണ് ടോട്ടൽ റിട്ടേൺ. അതേപോലെ തന്നെ 2020 മെയിൽ ഹാൽവിങ് നടക്കുന്നു, ജൂണിലും സെപ്റ്റംബറിലും നെഗറ്റീവ് റിട്ടേൺ, ബാക്കിയുള്ള എല്ലാ മാസവും പോസിറ്റീവ് റിട്ടേൺ ആണ്. ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് 53.38% ആണ്. സോ 2024 അതേ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി 2 നെഗറ്റീവ് മാസം മന്ത്ലി റിട്ടേൺ നമുക്ക് ഉണ്ടായി കഴിഞ്ഞു. അങ്ങനെ നോക്കുന്ന സമയത്ത് അടുത്ത 3 മാസവും പോസിറ്റീവ് റിട്ടേൺ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഈ ഒരു 2 വർഷത്തെ 2016ഉം 2020 ഹാൽവിങ്ങിൻ്റെ ആവറേജ് റിട്ടേൺ 6 മാസത്തെ ആവറേജ് റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 47.595% ആണ് ഈ ഒരു 6 മാസത്തെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ജൂണിലെ ക്ലോസിങ് ഈ ഒരു 60,000 നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ജൂണിൽ 60,000 എബോവ് തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം ഈ ഒരു ലോങ് ടേം സപ്പോർട്ടായിട്ടുള്ള 200 ഡേ മൂവിങ് ആവറേജ് എല്ലാം
വളരെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ വീണ്ടും ഇനി ഈ ഒരു മാസം 2-3 ദിവസമുള്ളൂ ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത്. സോ അതിലുള്ളിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു അഗ്രസീവായിട്ടുള്ള സെൽ ഓഫ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ എന്തായാലും ഈ ഒരു 60,000 എബോവ് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. സോ ആ ഒരു 60,000 ജൂണിൽ ക്ലോസിംഗ് ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 3 മാസം ഈ ഒരു 6 മാസത്തെ ടോട്ടൽ റിട്ടേൺ ഈ ഒരു 47.595% റിട്ടേൺ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്ത 3 മാസം ഏകദേശം ഒരു 60.525% കൂടണം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ ഒരു 20%, ഓഗസ്റ്റിൽ 20%, സെപ്റ്റംബറിൽ 25%. ഇത് നമ്മൾ ജസ്റ്റ് ഒരു അസംഷനായി എടുക്കുകയാണ് ഈ ഒരു ടോട്ടൽ ഈ ഒരു ആവറേജ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂണിൽ 60,000 പ്ലസ് ഏകദേശം ഒരു 36,000 കൂടുകയാണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ക്വാർട്ടർ 3 ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ 96,300 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ ക്ലോസിങ്ങിൽ 96,000 ആണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ Q4 ഈ ഒരു ഇയർ എൻഡിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്രയാവും എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ വീണ്ടും 2016 അതായത് മൂന്നാമത്തെ ക്വാർട്ടർ ഹാൽവിങ് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ക്വാർട്ടറിലെ പ്രൈസ് ആക്ഷനും 2020 ഹാൽവിങ് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ക്വാർട്ടറിൻ്റെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് റിട്ടേൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് 2016 മൂന്നാമത്തെ ക്വാർട്ടറിൽ നമ്മൾ ടോട്ടൽ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14% ആണ് എന്നുണ്ടെങ്കിൽ 2020 Q4 ഭയങ്കര അഗ്രസീവായിട്ട് ബിറ്റ്കോയിൻ ഏകദേശം 3 മാസം കൊണ്ട് 104% ആണ്, ഇരട്ടിയാവുകയാണ് ചെയ്തത്. സോ അതേ ഒരു റിട്ടേൺ അതിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 59.18 റിട്ടേൺ ആയിരിക്കും Q4 ഉണ്ടാവുക. തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഇലക്ഷനും കൂടെയുണ്ട്, അതും ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ വളരെ വലിയ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു റീസണും കൂടെയുണ്ട്. അതേപോലെ തന്നെ സെപ്റ്റംബറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതയും ഏകദേശം 60% ചാൻസുമുണ്ട്. സോ എന്തുകൊണ്ടും Q4 എന്ന് പറയുന്നത് എന്തായാലും പോസിറ്റീവ് ആവാനുള്ള ചാൻസാണുള്ളത്. സോ ഈ ഒരു 2 ഹാൽവിങ്ങിൻ്റെ ആവറേജ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 59.18% റിട്ടേൺ ഒരു സെപ്റ്റംബർ ക്ലോസിങ്ങിൽ നിന്നും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 96,315 നിന്നും ഈ ഒരു 59.18% കൂടിയതിന് ശേഷം ബിറ്റ്കോയിൻ്റെ ഇയർ എൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 153,000 എന്നുള്ളൊരു പ്രൈസ് പോയിന്റിൽ എത്താനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് 2016 2020 പ്രൈസ് ആക്ഷൻ ഈ ഒരു ഹാൽവിങ് നടന്നതിന് ശേഷമുള്ള അതേ രീതിയിലുള്ളൊരു പ്രൈസ് ആക്ഷനാണ് ഈ ഒരു വർഷവും 2024 കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഇയർ എൻഡിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 153,314 ആയിരിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു 150,000 എന്നുള്ള ഈ ഒരു മിനിമം പ്രൈസ് ടാർഗറ്റ് എന്തായാലും അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇനി നമ്മൾ 2012 ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷമുള്ള 6 മാസത്തെ അല്ലെങ്കിൽ ഒരു 3 ക്വാർട്ടറിൻ്റെ പ്രൈസ് ആക്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് 2 ലക്ഷത്തിൻ്റെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും 2012 പ്രൈസ് ആക്ഷൻ നമ്മൾ എടുക്കുന്നില്ല, കാരണം അന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അന്നത്തെ മാർക്കറ്റ് ഡൈനാമിക്സും ഇന്നത്തെ മാർക്കറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ETF-കളുടെ സൈഡിൽ നിന്ന് ഇൻഫ്ലോ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്ലോ ഉണ്ട്, മൈക്രോ സ്ട്രാറ്റജിനെ പോലെ ഒരുപാട് ലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്കൽ ഡെല്ലിനെ പോലുള്ള വലിയ ബില്യണയേഴ്സ് ബിറ്റ്കോയിനെ കുറിച്ച് ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡെല്ല് എന്നുള്ള കമ്പനി എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ഇൻഫ്ലോ, ഒരുപാട് ബിറ്റ്കോയിൻ്റെ ഡിമാൻഡ് കൂട്ടുന്ന കാര്യങ്ങൾ ഒരുപാട് മാർക്കറ്റിലുണ്ട്. സോ എന്തായാലും ഈ ഒരു 2 ഹാൽവിങ് പോലെ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആക്ഷൻ വരുന്ന മാസങ്ങളിൽ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റ് എന്തായാലും അച്ചീവ് ചെയ്യും. അത് അച്ചീവ് ചെയ്യട്ടെ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ആളുകളിലോട്ട് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.